പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ സഹോദരങ്ങളെ, നോമ്പിൻ്റെ 11-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ലൂക്കാ സുവിശേഷം 1-35 തിരുവചനമാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സമ്പൂർണമായ സമർപ്പണവും വിശുദ്ധ ജീവിതവും മിശിഹ വന്ന് പിറക്കാൻ കാരണമായി തീർന്നുവെങ്കിൽ, ഇതാ മിശിഹായുടെ പിറവി നമ്മൾ കൊണ്ടാടാൻ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ സമയത്ത്, ഒരുങ്ങുന്ന ഈ സമയത്ത് ഈശോ എന്നിൽ വന്ന് ജനിക്കാൻ തക്കവണ്ണം ഞാനും സമ്പൂർണ്ണ സമർപ്പണവും വിശുദ്ധിയുടെ ജീവിതവും തിരഞ്ഞെടുത്താൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം 8-ാം തീയതി മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എൻ്റെ പ്രസംഗം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. പരിശുദ്ധ അമ്മയെ പുകഴ്ത്തിക്കൊണ്ട് പക്ക പ്രൊട്ടസ്റ്റൻ്റുകാരനായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം, മാധ്യസ്ഥം അത് അമേരിക്കയ്ക്ക് എന്നൊരു മുതൽക്കൂട്ടാണ്. അങ്ങനെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ട്രംപ് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് അമ്മ മാതാവിനോട് ചേർന്ന് യേശു നമ്മുടെ ഹൃദയത്തിൽ പിറക്കാൻ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും അതിനായി ഒരുക്കട്ടെ. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.